ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അവിടുത്തെ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടോ? എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എവിടെയാണെന്ന്. ഞാൻ പറയാം, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് തൃക്കടിയിരിയിൽ മൂന്നുമൂർത്തി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് കേട്ടോ. പഴമയുടെ തനതായ മനോഹാരിത ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി മോഡിഫൈ ചെയ്ത ഒരു മനയാണിത്. വിദേശികളൊക്കെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അർമാനിൽ നിന്നും വന്നിട്ടുള്ള വിദേശികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. മനോഹരമെന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരം തന്നെ. കണ്ണിനും മനസ്സിനുമെല്ലാം കുളിർമ നൽകുന്ന ശാന്തമായ ക്ഷേത്ര പരിസരവും പുരാതന കാലത്തെ കോട്ട കൊത്തളങ്ങൾക്കു സമാനമായ ചുറ്റുമതിലും കൽപ്പടവുകളും നല്ലൊരു കുളവും നീണ്ട ഇടവഴിയുമെല്ലാമായിട്ട് പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു പ്രദേശമാണിവിടം. പുറത്തുള്ള ഒരു ഭാഗം സിനിമകളിലെ വയലോല സൗന്ദര്യത്തേക്കാൾ മികച്ചത്. പടിപ്പുര കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ധാരാളം കാറ്റും വെളിച്ചവും തിരക്കിൽ നിന്ന് വിട്ട് നല്ല ശുദ്ധവായു, അടുത്ത് തന്നെ മലയും വയലും, അങ്ങനെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ. കെട്ടിടങ്ങൾക്ക് പോലും ചാരുതയേകുന്ന മികവുറ്റ മോഡിഫിക്കേഷൻ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. കൽത്തൂണുകളുള്ള വരാന്ത കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ഡോക്ടറുടെ മുറിയാണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിൻ്റെ ഓണറോടൊന്ന് സംസാരിച്ച് നോക്കാം. സാറേ, ഇപ്പോൾ ഈ ആയുർവേദിക് സെന്റർ അത് തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് പറയുമോ? എൻ്റെ വളരെ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനൊക്കെ ആയുർവേദ വൈദ്യന്മാരായിരുന്നു. അപ്പൊ ആ ഒരു പാരമ്പര്യം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോ മകളുടെ കുട്ടിയായിട്ട് ആയുർവേദ ഡോക്ടറായി. ഞങ്ങളുടെ മനസ്സിലേക്ക് എന്തൊരു ആശയം വന്നു, ഇത് തുടങ്ങിക്കള എന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു വളരെ പരിചയസമ്പന്നനായ ഒരു ഡോക്ടറുടെ സേവനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ അദ്ദേഹത്തിന്റെ കൂടെ വേറെയും 2-3 ഡോക്ടർമാരുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സ്ഥാപനം നാട്ടുകാർക്കും കൂടി സൗകര്യപ്രദമായ രീതിയിൽ വളർത്തിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിപ്പോ മറ്റേ തൃക്കടീരി മൂന്നുമൂർത്തി ക്ഷേത്രത്തിന്റെ സമീപത്തായിട്ട് ഒരു സ്ഥലം ഇങ്ങനെ കിട്ടി. അപ്പൊ മൂന്നുമൂർത്തി ക്ഷേത്രത്തിന്റെ സമീപത്ത് തുടങ്ങുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ മൂന്നുമൂർത്തിയേക്കാൾ വലിയൊരു പേര് ഞങ്ങളുടെ സ്ഥാപനത്തിന് കൊടുക്കാനില്ല. അപ്പോൾ അതിനുവേണ്ടി ത്രിമൂർത്തി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ എന്നുള്ള പേരിലാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ദൈവ കടാക്ഷത്താൽ അത് നന്നായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയും കൂടി ഞങ്ങൾ ആലോചിച്ച് ചെയ്തിട്ടുള്ളത്. അത് ഈ സ്ഥാപനം ഇതെന്താ വെച്ചാൽ പഴയൊരു നാലുകെട്ടായിരുന്നു. പഴയ കാലത്തുള്ള മറ്റേ ബ്രാഹ്മണന്മാരുടെ അവർ എന്ന് വെച്ചാൽ ഒരു ഇല്ലം ആയിരുന്നത്. അപ്പോൾ ആ ഇല്ലത്തിന് ഞങ്ങൾ അതിൻ്റെ തനിമ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുതുതായി ആളുകളെ രോഗികൾക്ക് കിടക്കാനുള്ള സൗകര്യം ഉള്ള ഒരു കെട്ടിടം പുതുതായി കെട്ടിയിട്ടുണ്ട്, നാലുകെട്ട് തന്നെ. അതിനോട് ചേർന്ന് ഈ കുളത്തിന്റെ പരിസരത്തായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യാനുള്ള അപ്പോൾ അതിനുള്ള ഡോക്ടറുണ്ട്. മറ്റേ 2 ഡോക്ടർമാരും യോഗ അറിയുന്നവരാണ്. അവരുടെ നേതൃത്വത്തിൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ തുടങ്ങിയ ആദ്യ ആഴ്ചയിൽ തന്നെ അവർ മറ്റേ വിദേശത്തു നിന്നുള്ള ഒരു മറ്റേ ആളുകൾ ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പം 5 ദിവസം 6 ദിവസം അവരുടെ ഒരു ആദ്യത്തെ കോഴ്സ് പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വളരെ ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ സന്തോഷമാണ് ഈ ചികിത്സ കൊണ്ട്. അർമാൻ സ്വദേശികൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിലൊക്കെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് അവരോട് സംസാരിച്ച് നോക്കാം. From Yerevan, and I'm very happy here. I'm very grateful. The old therapists, they are wonderful people. They have wonderful magic hands. They are amazing, and the place is amazing. I'm in heaven now. I am getting well every day, and every day I'm seeing the results. So I hope that next time in January I will come with a huge group of people. Thank you, Nanni. Thank you. ഒരുപാട് നന്ദി. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. ഇനി നമുക്ക് ഡോക്ടറോട് നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങി ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാർ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് ഒന്ന് പറയുമോ? നിങ്ങളുടെ നാട്ടില് ഇതുപോലൊരു ശാന്തസുന്ദരമായ അന്തരീക്ഷത്തില്
അതായത് ഒരു ക്ഷേത്ര സമീപത്ത് പഴയ ഒരു മനയിലാണ്. അപ്പൊ ദിവ്യവും ശാന്തവുമായ ഒരു അന്തരീക്ഷത്തിലാണ്. ഇവിടെ വരുമ്പോ തന്നെ അതൊരു ഭയങ്കര ഫീലാണത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എനിക്കും ഉണ്ട്. നിങ്ങളുടെ നാട്ടില് നിങ്ങൾക്ക് ഒരു സ്ഥാപനം ഉള്ളതിന്റെ സന്തോഷം, എനിക്ക് നിങ്ങളുടെ നാട്ടിൽ വരാൻ കഴിഞ്ഞതിന്റെ സന്തോഷം. പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആയുർവേദ സംബന്ധമായ എല്ലാ ചികിത്സകളും ലഭ്യമാണ് ഇപ്പൊ തന്നെ. ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തണമെന്നുണ്ട്, സ്പെഷ്യാലിറ്റികൾ പലതും ഏർപ്പെടുത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മള് ഫോക്കസ് ചെയ്യുന്നത് സ്ട്രോക്ക്, പിന്നെ ലോ ബാക്ക് പെയിൻ ഇല്ലേ, ഈ പിന്നെ ഡിസ്ക് ബൾജ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടുണ്ടാകുന്ന ബാക്ക് പെയിൻ. അപ്പൊ ആ രണ്ട് സബ്ജക്റ്റിലും ആണ് നമ്മൾ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ്. സ്ട്രോക്ക് ഉണ്ടാവാതിരിക്കാനോ? അല്ലല്ല, വന്നു കഴിഞ്ഞാലും ഉണ്ടാവാതിരിക്കാനും ആണ് ഉള്ള സംവിധാനങ്ങളുണ്ട്. വന്നു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെന്റും ഉണ്ട്. അതാണ് ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞ് നിങ്ങളാരും വിചാരിക്കുന്ന പുതിയ രോഗമൊന്നുമല്ല. ഇത് പണ്ട് മുതലേ ആയുർവേദത്തിൽ അതിന് പക്ഷാഘാതം എന്നാണ് പറയുക. പക്ഷാഘാതം എന്ന് പറയുന്ന രോഗത്തിനെയാണ് ഇപ്പോ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാരും സ്ട്രോക്ക് എന്ന് പറഞ്ഞിപ്പോ പക്ഷാഘാതം മറന്നുപോയത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നത്. ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല. ആയുർവേദം പഠിച്ച ആർക്കും തന്നെ, എനിക്ക് മാത്രമല്ല, ആയുർവേദം പഠിച്ച ആർക്കും സ്ട്രോക്ക് എന്ന് കേൾക്കുമ്പോ വലിയ സ്ട്രോക്ക് ഒന്നും തോന്നുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ ആയുർവേദം കൊണ്ട് ഹീൽ ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ ഫോക്കസ്. ഇത് കിടത്തി ചികിത്സ നടക്കുന്ന മുറിയാണ് കേട്ടോ. അപ്പുറത്ത് ആ തലക്കിലുള്ളത് സ്റ്റീം ബാത്തിൻ്റെ ആണ്. അതൊന്ന് തുറന്ന് കാണിക്കുമോ ചേട്ടാ? ഓക്കെ, അടിപൊളി. ഇരുന്നുകൊണ്ട് ചെയ്യണത് അല്ലേ? ഓക്കെ. ഇത് വിദേശികൾ താമസിക്കുന്ന മുറിയാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. തുളസിത്തറയും നടുത്തളമൊക്കെ ആയിട്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. താങ്ക്സ് ഫോർ